അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 6 തസ്കിയത്തുൽ വിൽദാൻ, തജ്വീദുൽ ഖുർആൻ, ഈ 2 സബ്ജക്റ്റുകളുടെയും മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ആ ഉത്തരത്തിന്റെ ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. നോക്കൂ, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്ത്. ഓപ്ഷൻസ്: അൽ മുൽക്ക്, അന്നാസ്, അൽ വാഖിയ. ശരി ഉത്തരം അന്നാസ്. രണ്ടാമത്തത്, സുനനുൻ നസായിയുടെ രചയിതാവ്. ഓപ്ഷൻസ്: മുഹമ്മദ് ബിൻ ഈസ റളിയല്ലാഹു അൻഹു, അഹമ്മദ് ബിൻ ഷുഐബ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം അഹമ്മദ് ബിൻ ഷുഐബ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് നോക്കൂ, വമൻ യഹൂലു ബൈനഹു വ ബൈന തൗബ. ഇത് പറഞ്ഞത്. ഓപ്ഷൻസ്: മലക്ക്, ആലിം, റാഹിബ്. ശരി ഉത്തരം ആലിം, അതായത് പണ്ഡിതൻ. നാലാമത്തേത് നോക്കൂ, സുഹുബുൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻസ്: മേഘം, വിവേകം, പരലോകം. ശരി ഉത്തരം മേഘം. 5. ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കലാണ്. ഓപ്ഷൻസ്: സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്. ശരി ഉത്തരം സൂറത്തുൽ ഫലക്. 6. തൊണ്ടയുടെ മുകൾ ഭാഗം മഹ്റജായ ഹർഫ്. ഓപ്ഷൻസ്: ഖാ, ഹാ, സ്വാദ്. ശരി ഉത്തരം ഖാ. ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ, ചേരുംപടി ചേർക്കുക. ഇവിടെ മദ്ദുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് അതിന് ഓരോ ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിയായ ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മളോട് എടുത്ത് എഴുതേണ്ടത്. നോക്കൂ, 7 മദ്ദുൽ അസ്ലിയ്, 8 മദ്ദുൽ ലാസിം, 9 മദ്ദുൽ ഗാരിള്, 10 മദ്ദുൽ മുത്തസിൽ, 11 മദ്ദുൽ ലീൻ. ഇപ്പുറത്ത് നോക്കൂ, എ വസ്വൈഫ്, ബി ദാത്ത ലഹബ്, സി റിഹ്ലത്തുശ്ശിതാഇ, ഡി ദാബത്തുൽ അർള്, ഇ അൽ മിസ്കീൻ. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ നമ്മൾ എടുത്തെഴുതാം. 7 അൽ മദ്ദുൽ അസ്ലിയ്, അതിന് ശരിയായത് ബി ദാത്ത ലഹബ്. 8 മദ്ദുൽ ലാസിം, അതിന് ശരിയായത് ഡി ദാബത്തുൽ അർള്. 9 മദ്ദുൽ ഗാരിള്, അതിന് ശരിയായത് ഇ അൽ മിസ്കീൻ. 10 മദ്ദുൽ മുത്തസിൽ, അതിന് ശരിയായത് സി റിഹ്ലത്തുശ്ശിതാഇ. 11 മദ്ദുൽ ലീൻ, അതിന് ശരിയായത് എ വസ്വൈഫ്. അപ്പോൾ ഓരോന്നിനും ശരിയായ ലെറ്റർ കൂട്ടുകാർ അവിടെ എടുത്ത് എഴുതുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ, പൂരിപ്പിക്കുക. 12 മാറന്നഹത്ത് ഡേഷ് റീഹുസബ വ അത്റബൽ ഈസ ആദിൽ ഈസി ബിന്നാം. അവിടെ പൂരിപ്പിക്കേണ്ടത് അദബാത്തിൽ ബാൻ. 13 ഇന്നമൽ അഅ്മാലു ഡേഷ് വ ഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. അവിടെ പൂരിപ്പിക്കേണ്ടത് ബിന്നിയാത്ത്. 14 ലഅല്ല റഹ്മത റബ്ബി ഹീന യക്സിമുഹ തഗ്തി അല ഡേഷ് ഫിൽ കിസം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹസബിൽ ഖിസിയാനി. 15 അൽ ഖന്നാസ് എന്നതിന്റെ അർത്ഥം ഡേഷ് എന്നാകുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് മറഞ്ഞിരിക്കുന്നവനായ. 16 നാവിന്റെ അറ്റവും ഡേഷ് ഇടയുമാണ് സ്വാദിന്റെ മഖ്റജ്. അവിടെ പൂരിപ്പിക്കേണ്ടത് മുൻപല്ലുകളുടെ. 17 ഹറക്കത്തുകൾ ഡേഷ് മൊഴിയുന്ന സമയമാണ് മദ്ദുൽ അസ്ലിയിന്റെ ദൈർഘ്യം. അവിടെ പൂരിപ്പിക്കേണ്ടത് 2 അക്ഷരം. ക്വസ്റ്റ്യൻ പേപ്പറിലെ നാലാമത്തെ പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത്. ഉത്തരം സൂറത്തുൽ ഫാത്തിഹ. 19 ത്വയ്ഫൂർ ഇബ്നു ഈസ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഏതു പേരിലാണ് പ്രസിദ്ധനായത്? ഉത്തരം അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. 20 അദ്ദീനുൻ നസീഹ, ഇതിൽ നസീഹത്തിന്റെ അർത്ഥം. ഉത്തരം ഗുണം ആഗ്രഹിക്കൽ. 21 റജുലുൻ ഖതല മിഅത നഫ്സിൻ, ഈ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബി. ഉത്തരം അബീ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു. 22
സഹീഹുൽ ബുഖാരിയുടെ രചയിതാവ്? ഉത്തരം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. 23. മദ്ദുൽ ലാസിമുൽ ഹർഫിയിന് ഒരു ഉദാഹരണം? ഉത്തരം യാസീൻ. ക്വസ്റ്റ്യൻ പേപ്പറിലെ 5ാമത്തെ പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഇഹ്സാൻ എന്നാൽ എന്ത്? ഉത്തരം നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. 25. സലാമോടെ സ്വർഗപ്രവേശം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം നിങ്ങൾ സലാമിനെ പരത്തുകയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ആളുകൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുക. 26. യാ ബുനയ്യ ഖും ഫസല്ലി ബില്ലൈൽ. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണിത്. 27. ഒരാളുടെ പ്രയത്നം പിശാചിന്റെ മാർഗത്തിലുള്ളതാകും എപ്പോൾ? ഉത്തരം ഒരാൾ ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എങ്കിൽ അയാളുടെ പ്രയത്നം പിശാചിന്റെ മാർഗത്തിലാവും. 28. ദഅ്മാ യരീബുക ഇല മാലാ യരീബുക. സാരമെഴുതുക, അതായത് അർത്ഥമെഴുതുക. ഉത്തരം സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. 29. മദ്ദുൽ ഗാരിള് എന്നാൽ എന്ത്? ഉത്തരം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ഗാരിള് എന്ന് പറയുന്നത്. 30ാമത്തെ ചോദ്യം. എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള 4 സൂറത്തുകൾ എഴുതുക. ഉത്തരം യാസീൻ, മുൽക്ക്, വാഖിയ, സജ്ദ സൂറത്തുകൾ. ക്വസ്റ്റ്യൻ പേപ്പറിലെ 6ാമത്തെ പ്രവർത്തനം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 5 ഉപദേശങ്ങൾ. അതിന്റെ ഉത്തരം നോക്കൂ. 1. നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാകും. 2. അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാകും. 3. അയൽവാസികളിലേക്ക് ഗുണം ചെയ്യുക, നീ ഒരു പൂർണ്ണ വിശ്വാസിയാകും. 4. നിനക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക, നീ പൂർണ്ണ മുസ്ലിമാവും. 5. പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക, അധികരിച്ച ചിരി ഹൃദയത്തെ നിർജീവമാക്കും. 32ാമത്തെ ചോദ്യം നോക്കൂ. മുത്തമാസിലാനി, മുത്തജാനിസാനി, മുത്തഖാരിബാനി. ഇതിനെ കുറിച്ചിട്ട് വിവരിക്കുക. അതിന്റെ ഉത്തരം നോക്കൂ. മഹ്റജ്, സിഫത്ത് എന്നിവ പരിഗണിച്ച് അക്ഷരങ്ങളെ 3ആയി തിരിക്കാം. വഖദ്ദഖലു, ഇദ്ഹബ് ബി കിതാബി പോലെ ഒരേപോലെയുള്ള 2 അക്ഷരങ്ങൾക്ക്, അതായത് ദാലിന് ദാലിനോട്, ബായിന് ബായിനോട് മുത്തമാസിലാനി എന്നും ഇല്ലലമോ യൽഹദ്ദാലിക പോലെ ഒരേ മഹ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്ക്, അതായത് ദാല് ലായിനോട്, സാ ദാലിനോട് മുത്തജാനിസാനി എന്നും പറയുന്നു. ഈ 2 ഇനത്തിലുമുള്ള അക്ഷരങ്ങളിൽ ആദ്യത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹറക്കത്തുള്ളതുമായാൽ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. ബർറബ്ബുക്കും, അലം നഹ്ലുക്കും പോലെ മഹ്റജ് അടുക്കുകയോ കൂടുതൽ സിഫത്തുകളിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് മുത്തഖാരിബാനി എന്ന് പറയുന്നു. കാഫ് പ്ലസ് കാഫ്, ലാമ് പ്ലസ് റാ മാത്രമേ മുത്തഖാരിബാനിയായ അക്ഷരങ്ങളിൽ നമ്മുടെ ഖിറാഅത്തിൽ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. ഖാലു വഹും, അല്ലദീ യുവസ്വിസു പോലെ മുത്തമാസിലാനിയിൽ ആദ്യാക്ഷരം മദ്ദക്ഷരമാവുകയോ ഫസ്ഫഹ് അൻഹും പോലെ മുത്തജാനിസാനിയിൽ ആദ്യത്തേത് ഹൽക്കിന്റെ ഹർഫാവുകയോ ചെയ്താൽ ഇദ്ഗാം ചെയ്യുന്നതല്ല. ഇത്രയാണ് അതിന്റെ ഉത്തരമായിട്ട് കൂട്ടുകാരെ എഴുതേണ്ടത്. കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.